കേരള സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ കെ.എസ്. അനിൽകുമാറിന് തിരിച്ചടി. കെ.എസ്. അനിൽകുമാറിന്റെ സസ്പെൻഷൻ തുടരും. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി ചേരുന്നു. പറയൂ വിഷ്ണു. RSS പരിപാടി നടത്തുന്നതുമായി ബന്ധപ്പെട്ട് കേരള സർവകലാശാലയുടെ തർക്കത്തിന് പിന്നാലെയാണ് VC ഈ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഒരു ഉത്തരവ് പുറത്തിറക്കിയത്. പക്ഷേ പിന്നാലെ തൊട്ടടുത്ത ദിവസം ചേർന്ന സിൻഡിക്കേറ്റ് യോഗം ഈ VC ഇറക്കിയ ഉത്തരവ് അത് റദ്ദ് ചെയ്തുകൊണ്ട് കെ.എസ്. അനിൽകുമാറിനെ തുടരാം എന്നൊരു മറു ഉത്തരവ് ഇറക്കിയിരുന്നു. പക്ഷേ VC ആ ഉത്തരവിനെ അംഗീകരിച്ചിരുന്നില്ല. അജണ്ടയ്ക്ക് പുറത്തുള്ള വിഷയം എന്നായിരുന്നു ചൂണ്ടിക്കാട്ടിയതൊപ്പം മിനി കാപ്പനെ പകരം രജിസ്ട്രാറായി നിയമിക്കുകയും ചെയ്തിരുന്നു. ഇത് ചോദ്യം ചെയ്താണ് നിലവിൽ കെ.എസ്. അനിൽകുമാർ ഹൈക്കോടതിയെ സമീപിച്ചത്. VC തന്റെ ജോലി ചെയ്യാൻ അനുവദിക്കുന്നില്ല, തന്റെ ഓഫീസ് നിയന്ത്രണത്തിലാക്കുന്നു തുടങ്ങിയ ഗുരുതരമായ വാദങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. VCക്ക് തന്നെ സസ്പെൻഡ് ചെയ്യാനുള്ള അധികാരം ഇല്ലാതെ സിൻഡിക്കേറ്റിനാണുള്ളത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് കെ.എസ്. അനിൽകുമാർ ഹൈക്കോടതിയെ അറിയിച്ചത്. പക്ഷേ ഹൈക്കോടതി ആ വാദങ്ങളെല്ലാം പൂർണ്ണമായും തള്ളുന്നു. VC പറഞ്ഞ കാര്യങ്ങളിൽ വസ്തുതയുണ്ട് എന്ന അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ VC ഉന്നയിച്ച അല്ലെങ്കിൽ VC പുറത്തിറക്കിയ ആ സസ്പെൻഷൻ നടപടി അത് നിലനിൽക്കും എന്ന് വ്യക്തമാക്കിയിട്ടുള്ളത്. ജസ്റ്റിസ് TR രവിയുടെ ബെഞ്ചാണ് ഇപ്പോൾ ഈ ഹൈക്കോടതിയിൽ ഈ വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഈ രജിസ്ട്രാറിനെതിരെ VC പുറപ്പെടുവിച്ച സസ്പെൻഷൻ ഓർഡർ നിലനിൽക്കും. അടിയന്തരമായി സിൻഡിക്കേറ്റ് യോഗം വിളിച്ച് ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനും നിലവിൽ കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇതിൽ പ്രധാനമായും സിൻഡിക്കേറ്റ് തീരുമാനം മറികടക്കാൻ VCക്ക് അധികാരമില്ല എന്നായിരുന്നു രജിസ്ട്രാറിന്റെ വാദം. എന്നാൽ ഞായറാഴ്ച ദിവസം പ്രത്യേക യോഗം ചേർന്നാണ് സിൻഡിക്കേറ്റ് സസ്പെൻഷൻ പിൻവലിച്ചതെന്നും അജണ്ടയിൽ നിന്നും മാറിയാണ് വിഷയം പരിഗണിച്ചതെന്നുമായിരുന്നു VCയുടെ വാദം. ഈ രണ്ട് വാദങ്ങളിലും വിശദമായ കോടതി ഈ രണ്ടുപേരെയും വിശദമായി കേട്ടു. അതിനൊടുവിലാണ് ഇപ്പോൾ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. ആ തീരുമാനം രജിസ്ട്രാർക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കുന്നതാണ്. രജിസ്ട്രാർക്ക് സസ്പെൻഷൻ നടപടി വിവരങ്ങൾ നൽകിയത്.